പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. അവിടെ നമുക്ക് നൽകുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയാം. സങ്കീർത്തനം 23:1 കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കുറവുകളുടെ നടുവിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കുറവില്ലാത്ത വിധം വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ വചനത്തോട് ചേർന്ന് പോകുന്നതാണ് റോമാ 8:28 എല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. അവിടുന്ന് തൻ്റെ വാത്സല്യവും സ്നേഹവും സമൃദ്ധമായി നമുക്ക് നൽകുവാൻ തയ്യാറാണ്. യെസയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഇങ്ങനെയാണല്ലോ: ദൈവവചനം ചെവി തുറന്നു കേൾക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പ്രവാചകൻ നമുക്ക് നൽകുന്ന ഉപദേശം. വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ നമുക്ക് സാധിക്കണം. ആ വചനത്തിലൂടെ നല്ല തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് മനസ്സിലാക്കണം. അത് നമ്മളു വേണ്ടി തയ്യാറാവണം. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക് തനിക്ക് ലഭിച്ച ദൈവിക സന്ദേശങ്ങൾ ഒരിക്കലും രാജാവുമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് രാജാവ് അവളോട് പ്രകാരം പറയുകയാണ്: ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ എന്തുകൊണ്ട് എന്നോട് ദൈവം സംസാരിക്കുന്നില്ല? ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ ഉള്ളിലും ഉണ്ടല്ലോ. ദൈവം മറ്റുള്ളവരോടെല്ലാം സംസാരിക്കുന്നുണ്ട്, ദൈവം എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരാറേ ഉള്ളൂ. ഒരിക്കലും ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. പ്രവാചകൻ വഴി നമ്മോട് സംസാരിക്കുന്ന കാര്യം ഇതാണല്ലോ: ചെവി തുറന്നു കേൾക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം അങ്ങനെ കേട്ടാൽ മാത്രമേ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ തോട് മന്ത്രിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ എന്നോട് സംസാരിക്കുന്നില്ല. ഇത് വലിയൊരു വേദനയോടൊരു ചോദ്യമാണ്. അതിനുത്തരമായിട്ട് വിശുദ്ധ രാജാവിനോട് പറയുന്നൊരു കാര്യം ഇതാണ്: ദൈവം അങ്ങയോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അങ്ങ് കേൾക്കുന്നില്ല. കാരണം അത് കേൾക്കുവാനായിട്ട് അങ്ങേക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അത് കേൾക്കാൻ അങ്ങേക്ക് താല്പര്യമില്ല. ദൈവത്തോട് സംസാരിക്കാൻ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. ദൈവത്തോട് പരാതി പറയാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. പക്ഷേ ദൈവം നമ്മോട് പറയുന്നത് ശാന്തമായി കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിൻ്റെ കാരണം. ദൈവം നമ്മോട് സംസാരിച്ചാൽ നമ്മൾ പലതും സമ്മതിക്കേണ്ടി വരും, പലതും അംഗീകരിക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? നമുക്ക് നല്ല സുഹൃത്തുക്കളും സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സംസാരിക്കാനെല്ലാം നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, വല്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ ഇഷ്ടം എന്താണെന്നോ അവർക്കൊന്നും സംസാരിക്കാൻ പോലുമോ പലപ്പോഴും സമയം കൊടുക്കില്ല. അങ്ങനെയുള്ള ചില സൗഹൃദങ്ങളെയൊക്കെ നമുക്കറിയാമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓടിയെത്തും, സംസാരിക്കും, പെരുമാറും. നല്ല തമ്പുരാൻ നമ്മോട് സംസാരിക്കാനായിട്ട് സദാസമയവും വിശുദ്ധ സക്രാരിയിലുണ്ട്. ദീപാവലിയുടെ സജീവ സാന്നിധ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ദൈവത്തോട് എപ്പോഴും സംസാരിക്കാം. പക്ഷെ അവിടുന്ന്
നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാനായി പലപ്പോഴും നമ്മൾ സമയം കൊടുക്കാറില്ല. നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ എങ്ങനെയാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് പറയുന്നു, പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പോകുന്നു. അവരെൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയങ്ങൾക്കാണ് തമ്പുരാന് നമ്മെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ സൗഹൃദങ്ങൾ പലപ്പോഴും, ബന്ധങ്ങളിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവരുടെ സൗഹൃദങ്ങൾക്ക് അത് പലപ്പോഴും വേദനയായിട്ട് മാറുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് നല്ലപോലെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മോട് എത്രമാത്രം ആഗ്രഹത്തോടെ സംസാരിക്കാനായിട്ട് ഓരോ ദിവസവും വിശുദ്ധ സക്രാരിയിൽ ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ സജീവ സാന്നിധ്യമായി അവിടെ മുമ്പിലായിരിക്കുന്നുണ്ട്. അവിടത്തോട് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം നമ്മൾ പറയുമ്പോഴും ഒരിക്കലെങ്കിലും അവിടുത്തെ സ്വരമെന്ന് ഗ്രഹിക്കണം, കേൾക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇരിക്കാറുണ്ടോ? സങ്കീർത്തനം 19:1 ഇങ്ങനെയാണ്: ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. അത്രമാത്രം മനോഹരമായ പ്രപഞ്ചത്തെയാണ് അവിടെ നിന്ന് നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ചിരിക്കുക. ജീവജാലങ്ങളും ദൃശ്യവസ്തുക്കളും അവയിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും മഹത്വവും ശക്തിയും ഇവയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാറ്റിനോടും കടലിനോടും മറ്റ് ജീവജാലങ്ങളോടും ചേർന്ന് പ്രപഞ്ചകർത്താവിന് സ്തുതികൾ അർപ്പിക്കുന്ന 3 ബാലന്മാരുടെ കീർത്തനം ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3 മുതൽ 68 വരെ വാക്യങ്ങൾ ധ്യാനം കാണുന്നുണ്ട്. അത് നമ്മുടെ ധ്യാന വിഷയമാക്കണം. പ്രപഞ്ചത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും മഹത്വവുമൊക്കെ നമുക്ക് പ്രഘോഷിക്കാൻ സാധിക്കുമ്പോൾ ഈ പ്രപഞ്ചങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ എപ്പോഴും ഒരു ചിന്ത ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്: ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്നും ഓടിയകലും. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ സാധിക്കുമെന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എളിമയോടെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ സ്വരം തിരിച്ചറിയുവാൻ അവിടുന്ന് കൃപ നൽകിക്കൊണ്ടിരിക്കും. നമുക്കും സാവധാനം ശാന്തമായ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്താലും ദാസൻ ശ്രവിക്കുന്നു. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.